ഇത് സ്ക്രോൾ ചെയ്ത് പോലെ ഞാനിന്ന് പറയുന്ന കാര്യം എന്താണെന്നറിയോ? നമ്മുടെയൊക്കെ ലൈഫിൽ നമുക്കെല്ലാവർക്കും ഓരോരോ സ്ഥാനങ്ങളിലുള്ള ഒരു കറക്റ്റായിട്ടുള്ള ഒരു സ്ഥലം ഉണ്ടാവും. അപ്പം ഞാനിന്ന് പറയുന്ന കാര്യം എന്താണെന്നറിയോ? ആരൊക്കെയാണ് പരാതി പറയാറില്ല? ആരെങ്കിലും ഉണ്ടോ? ഈ പറയുന്ന ഞാനടക്കം ഇന്നലെ വരെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച പോലെ പരാതി പറഞ്ഞ ഒരാളാണ്. കാരണം അതിലൊരു കാര്യമില്ല കേട്ടോ. കാരണം എന്താണെന്നോ, നമ്മൾ പരാതി പറയുന്ന സമയത്ത് നമുക്ക് അത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല, അവഗണന തന്നെ. സത്യം പറഞ്ഞാൽ നമ്മളിലേക്ക് ഒരു പോസിറ്റീവ് എനർജി ഒരിക്കലും കടന്നു വരില്ല. കാരണം എന്താണ്? നമ്മളിലേക്ക് നെഗറ്റീവ് എനർജി വരുന്നതോടെ അതിനെ നശിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ശരീരം ഫുൾ ടൈം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യ്, അത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല, അവൻ എനിക്ക് അങ്ങനെ തന്നില്ല, ഇല്ല, എന്നെ കേൾക്കാൻ ചെവിയില്ല, ഇതൊന്നും പറയണ്ട. കാരണം എന്താണെന്നറിയോ? നമുക്ക് വേണ്ടി നമ്മൾ തന്നെ സമയം കണ്ടെത്തണം. ഓക്കെ, നമ്മളിങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കെ നമ്മളുടെയിലേക്ക് വരുന്ന ആ നെഗറ്റീവ് എനർജിയെ നമുക്ക് എന്താണ് അവോയ്ഡ് ചെയ്യാൻ കഴിയില്ല. കാരണം എന്താണ്? എപ്പോഴും നമ്മളിങ്ങനെ പറഞ്ഞ കാര്യം തന്നെയല്ലേ നമ്മൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ എപ്പോഴും പറഞ്ഞ കാര്യം തന്നെ എടുത്തു പറയും. പണ്ട് 1900 കഴിഞ്ഞ കാര്യം നമ്മൾ ഇന്ന് പറയുന്നത് നമുക്കൊരു ഭയങ്കര സന്തോഷമാണ് അല്ലേ? അത് പറയാൻ നമ്മുടെ പാർട്ട്ണർക്ക് അത് കേട്ടിരിക്കാനുള്ള സമയം ഉണ്ടാവുമോ? അവർക്ക് അവരുടേതായ നല്ല കാര്യങ്ങൾ, അവരങ്ങനെയാണ്, അവരിങ്ങനെയാണ്, അതൊക്കെയാണ് അവർക്ക് കേൾക്കാനുള്ള സമയം ഉണ്ടാവും അല്ലേ? അപ്പം പരാതി പറച്ചിൽ പലപ്പോഴും വല്ലാത്തൊരു ചൊറിച്ചിൽ തന്നെയാണ് അല്ലേ? അപ്പം ജീവിതം മെച്ചപ്പെടുത്താൻ നമുക്ക് ഏറ്റവും പ്രയോറിറ്റി കിട്ടിയപ്പോഴാണ് നമ്മുടെ ആബ്സെൻസ് നമ്മുടെ ഹസ്ബൻഡിന് മനസ്സിലാവണമെങ്കിൽ നമ്മൾക്ക് അവരിൽ നിന്നും കുറച്ച് ഡിസ്റ്റൻസ് വലിക്കണം അല്ലേ? നമ്മൾ കേട്ടിരിക്കാൻ അവർ തയ്യാറാവണമെങ്കിലല്ലേ, അവരെ കേട്ടിരിക്കാൻ നമ്മൾ തയ്യാറാവും. ഫുൾ ടൈം അവർക്ക് വേണ്ടി കവറേജ് ആയിരിക്കും അല്ലേ? എന്താ പറയുക, നമ്മൾ ഐഡിയ, വോഡഫോൺ ഇങ്ങനെയുള്ള നെറ്റ്വർക്ക് പോലെ നമ്മൾ അവർക്ക് വേണ്ടി മാറ്റിവെക്കും. പക്ഷെ ഒരിക്കൽ പോലും നമുക്ക് വേണ്ടി അവർ ആ ഒരു സമയം നമുക്ക് തരില്ല. അതിനൊരു പ്രത്യേക കാരണമുണ്ട്. നമ്മൾ ഫുൾ ടൈം പരാതികളാണല്ലോ. എനിക്കത് തന്നില്ല, ഇത് തന്നില്ല, എനിക്ക് വേണ്ടി ഇത് പറഞ്ഞില്ല, ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടിക്കോ, ഇല്ല. ഇങ്ങനെ തന്നെയാണ് ജീവിതം. അപ്പം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ എത്ര ആൾക്കാരെ ഇങ്ങനെ കേട്ടിരിക്കാൻ ഒരു ചെവിയോട്ട് ഇതാ പറഞ്ഞോ എന്ന് ചോദിച്ചിട്ട് ഹസ്ബൻഡ് കാത്തു നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ എത്ര പേര് വളരെ വലിയൊരാളായിരിക്കും അല്ലേ? പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും നടക്കാറില്ല. അപ്പം ഞാൻ ഇതോടെ നിർത്തി, പരാതി പറച്ചിൽ നിർത്തി. ജീവിതം തന്നെ നമുക്ക് വേണ്ടി ജീവിക്കുകയാണെങ്കിൽ, നമ്മൾ വളരെ ഹാപ്പി ആയിരിക്കണമെങ്കിൽ എന്നിലെ എല്ലാ നെഗറ്റീവ് എനർജിയും ഞാൻ ഉപേക്ഷിക്കാൻ തയ്യാറാണ്. അപ്പോൾ നിങ്ങളോ? അപ്പോൾ ഞാൻ പറയില്ലേ, പരാതി പറച്ചിൽ കൈൻഡ് ഓഫ് എന്താണ് നിങ്ങൾ പറ, അതൊരു ഭ്രാന്തമായ ചിന്താഗതിയാണ്. അപ്പോൾ പരാതി പറച്ചിൽ ഒഴിവാക്കുന്നതോടെ നമ്മുടെ ലൈഫ് സേഫാണ്. അപ്പോൾ ചേട്ടാ പിടിച്ച പോവും.